ഡോക്ടർ സ്റ്റോക്കിങ്ങിൽ ഇന്ന് സംസാരിക്കുന്നത് ട്രോമാറ്റിക് ഇഞ്ചുറീസിനെ കുറിച്ചാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റന അഭിലാഷ്, ഡെന്റിസ്റ്റ്, ശക്തി ഹോസ്പിറ്റൽ, പ്രാവച്ചമ്പലം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, നമുക്ക് എപ്പോഴും ഈ കുഞ്ഞുങ്ങളായിരുന്നാലും ഓടി വീണ് പല്ല് പൊട്ടിപ്പോവാറുണ്ട്, പല്ല് ഇളകി പോകാറുണ്ട്, ചില ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ട്രോമാറ്റിക് ഇഞ്ചുറീസിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്? കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ചെറിയൊരു പൊട്ടൽ ടിപ്പിൽ മാത്രമൊക്കെയാണ് പൊട്ടിയെങ്കിൽ നമുക്ക് അതിനെ വളരെ എളുപ്പം കോമ്പോസിറ്റ് ഫില്ലിങ് വെച്ചിട്ട് അടയ്ക്കാം. കോമ്പോസിറ്റ് ഫില്ലിങ് ആകുമ്പോഴത്തേക്കും നമ്മൾ പല്ലിൻ്റെ അതേ ഷെയ്ഡ് സെലക്ട് ചെയ്ത് അത് അടച്ചു കഴിഞ്ഞാൽ അത് അറിയത്ത് പോലും ഇല്ല. അത് കുറേ നല്ല ലാസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ചുകൂടെ അത് ഡീപ്പറായിട്ട് ഒരു ഡെൻറ്റീൻ വരെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നി അതിനെ ക്യാപ്പിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കോമ്പോസിറ്റ് വെച്ച് നമുക്കതിനെ ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെയും അത് ഡീപ്പറായിട്ടാണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റൂട്ട് കനാൽ ചെയ്തിട്ട് തന്നെ ക്യാപ്പിട്ട് സംരക്ഷിക്കണം, എന്നാലേ അത് ഇരിക്കത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ പല്ല് ഇളകി പോകുന്നുണ്ടല്ലോ, ചില ആക്സിഡന്റുകളിൽ പല്ല് ഇളകി പോകാറുണ്ട്. അപ്പൊ ആ പല്ലിനെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് നമുക്ക് പഴയ രൂപത്തിലാക്കാൻ സാധിക്കും? ഇപ്പൊ നമ്മള് ഒരു വീണെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാനിക് ആകാതെ, ഇപ്പോൾ പല്ല് ഇളകിപ്പോയ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആ പല്ലിനെ എടുക്കണം. നമ്മളത് എങ്ങനെ എടുക്കണം? നമ്മൾ പല്ലിന് ക്രൗൺ പോർഷനുണ്ട്, റൂട്ട് പോർഷനുണ്ട്. റൂട്ട് പോർഷൻ കോൺ ഷേപ്പിലും ക്രൗൺ പോർഷനാണ് നമ്മൾ പുറത്ത് കാണുന്ന ഷേപ്പിലുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ക്രൗൺ പോർഷനെ പിടിച്ചിട്ട് വേണം നമ്മൾ ആ പല്ലിനെ എടുക്കുക. തറയുന്നതാണെങ്കിൽ അത് ആ ക്രൗൺ പോർഷനിൽ പിടിക്കുക, റൂട്ട് പോർഷൻ തൊടുകയേ ചെയ്യരുത്. കാണുന്ന പോർഷൻ, പല്ലിന്റെ ഷേപ്സ് അറിയണം നമുക്ക് കാണാൻ പറ്റുന്ന പോർഷനാണ് ക്രൗൺ പോർഷൻ. അപ്പം അതിനെ പിടിച്ചിട്ട് വേണം നമ്മൾ ആ പല്ലിനെ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളുടെ കൊടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ട് വെള്ളം തുറന്നിട്ടൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ പല്ല് ആ സോക്കറ്റിലോട്ട് തിരിച്ച് വെച്ചിട്ട് ചെറിയൊരു തുണിയോ ഗോസ് പീസോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ട് കടിക്കാൻ പറയാം. കടിക്കാൻ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരു ക്ലിനിക്കിൽ പോവാം. ഇപ്പം നമുക്ക് അത് വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിലെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ വീട്ടിലെന്തായാലും പാല് കാണുമല്ലോ. അപ്പം നമ്മളൊരു കണ്ടെയ്നറിൽ പാലൊഴിച്ചിട്ട് ആ പല്ല് അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും അടുത്ത് 30 മിനിറ്റ്സിൽ നമ്മളൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി അത് ഫിക്സ് ചെയ്യാൻ നോക്കണം. 30 മിനിറ്റ്സ്. പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു സാഹചര്യത്തിലല്ല, നമ്മളുടെ ഈ പറയുന്ന കുപ്പിയും പാലും ഒന്നും ഇല്ല, തിരിച്ച് സോക്കറ്റിൽ വെക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഒത്തിരി ബ്ലീഡിങ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി ഒരു 1 മിനിറ്റ് ആ ഏരിയയിൽ ഒരു പഞ്ഞി വെച്ച് കൊടുത്തിട്ട് ഈ പല്ലുണ്ടല്ലോ അത് നമ്മളുടെ കവിളിൽ തന്നെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ സൈഡിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. വാഷ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രൗൺ പോർഷനിൽ തന്നെ പിടിച്ച് ചെറുതായിട്ട് ഫുൾ വാട്ടർ ടാപ്പ് തുറന്നു വിട്ട് പല്ലിനെ വാഷ് ചെയ്യരുത്. ചെറുതായിട്ട് തുറന്നു വിട്ടിട്ട് ലൈറ്റായിട്ട് വാഷ് ചെയ്യണം. അതിലുള്ള പെരിഡോണൽ ലിഗ്മെന്റ്സ് എല്ലാം അതിൽ തന്നെ കാണണം. എന്നാലേ നമുക്കത് തിരിച്ച് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് സർവൈവ് ചെയ്യത്തുള്ളൂ പല്ല്. അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വിത്തിൻ 30 മിനിറ്റ്സിനാവുമേ നമുക്കതിനെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം 60 മിനിറ്റ്സ് ആണ്. അതിൻ്റെ അപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലിനെ അവിടെ വെച്ച് കൊടുത്ത് സേവ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും ഡോക്ടർ? അതിനുശേഷം നമ്മൾ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ സ്പ്ലിൻറ്റിങ് എന്ന് പറയും. അത് ഒരു വയറ് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അതിനെ ടൈറ്റായിട്ട് ഘടിപ്പിച്ച് വെക്കും. എന്നിട്ട് നമ്മളത് കുറച്ച് നേരം പ്രഷർ കൊടുത്ത് അതിനെ മൊബിലൈസ് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് പിന്നീടാണ്. ചിലപ്പോൾ അതിന് റൂട്ട് കനാൽ ചെയ്ത് നമുക്കത് സേവ് ചെയ്തതിൻ്റെ ഇല്ല, അതിന് ആ വയറിൽ തന്നെ നമ്മളത് ഇത് ചെയ്ത് വെക്കും. അപ്പോൾ ബാക്കി ഹീലിംഗ് പ്രോസസ്സ് തനിയെ തന്നെ ഗംസ് അതിൽ ഹീലായിക്കോളും. അതിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് പല്ല് ഹീലായിക്കോളും.
അപ്പം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മുടെ ടീത്ത് തന്നെ ആയിരിക്കുമല്ലോ അത് നമ്മളുടെ ടീത്ത് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളത് ചെക്ക് ചെയ്യണം വന്ന് അതിൽ ഇത് ഫിക്സ് ആയിട്ടുണ്ടോ. ആ ട്രോമ കാരണം മിക്കവാറും നമുക്കൊന്ന് റൂട്ട് കനാൽ ചെയ്ത് ചിലപ്പോൾ അത് ക്യാപ്പും കൂടെ ഇടേണ്ടി വരും. അത് നേരെ ഇതായിട്ടില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ഓക്കെ. റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നിരുന്നാലും നമ്മുടെ പല്ല് എന്ന് തന്നെ. പക്ഷെ വിത്തിൻ 30 minutes തന്നെ വരെയും വേണം. ഓക്കെ. ഇതിപ്പോ പാൽപ്പല്ലുകൾ, അതായത് കുഞ്ഞുങ്ങളുടെ ആ പാൽപ്പല്ലുകൾ പാൽപ്പല്ല് പോയി കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇഞ്ചുറീസ് വരുമ്പോഴാണ്, വലിയവർക്ക് വരുമ്പോഴാണ് തിരിച്ച് സോക്കറ്റിൽ വെച്ചിട്ട് അതിനെ ഇത് ചെയ്യുന്നത്. പാൽപ്പല്ല് പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അത് പെർമനന്റ് സ്പേസ് റീറ്റെയിനർ വല്ലതും ആ ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെർമനന്റ് പല്ല് വരുമ്പോഴത്തേക്ക് അത് മാറ്റി കൊടുക്കുമ്പോൾ കറക്റ്റ് സ്പേസിൽ അങ്ങ് വന്നോളും. ഈ ഒരു ട്രീറ്റ്മെന്റ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വന്നതാണോ അതോ നേരത്തെ ഉള്ള ട്രീറ്റ്മെന്റ്? അല്ല, വർഷമുണ്ടേ. സ്പ്ലിൻഡിങ് ആണ് ഒരു ഡോക്ടർ. അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞത് പൊട്ടിപ്പോയ പല്ലുകൾ ഇപ്പൊ ഒരു ഹാഫ് പോർഷൻ വെച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് ഉള്ള ഫില്ലിങ്സ് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നമുക്ക് അതിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത്? ഇപ്പൊ ഹാഫ് പോർഷൻ പൊട്ടിപ്പോയെന്ന് വെച്ചോ, അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റൂട്ട് കനാൽ ചെയ്യണം. റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കോറ് ബിൽഡപ്പ് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ ക്യാപ്പ് ചെയ്യും. അങ്ങനെയാണ് ആ ടീത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, ഈ വെപ്പ് പല്ലുകൾ വെക്കേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണ്? എങ്ങനെ ഈ ഒരു ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തീരെയും വെക്കാൻ പറ്റാതെ വരും. ഇപ്പൊ നമ്മുടെ പല്ലുകൾ തന്നെ വെക്കുന്നതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതല്ലാതെ വെപ്പ് പല്ലുകൾ വെക്കേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണ്? ഇപ്പം നമുക്ക് ഈ ട്രോമ കാരണം നമ്മളൊരു പല്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചോയ്സ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇംപ്ലാന്റ് ചെയ്യാം ആ പല്ല്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവബിളായിട്ട് നമുക്ക് ഈ പറയുന്നത് വെപ്പ് പല്ല് വെക്കാൻ പറ്റും. അത് ആണ് അടുത്ത ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. അപ്പം ഫിക്സ്ഡ് ആയിട്ടാണെങ്കിൽ നമുക്കൊരു ഇംപ്ലാന്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സിംഗിൾ ടൂത്ത് ആണെങ്കിൽ ഒരു സിംഗിൾ ടൂത്ത് ഇംപ്ലാന്റ് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പം അത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് അതിൻ്റെ കുറച്ചൊരു കോസ്റ്റ് വരുന്നതാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അപ്പുറത്തെയും ഇപ്പുറത്തെയും ആ പല്ലിൻ്റെ രണ്ട് സൈഡിലുള്ള പല്ലുകളിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്, ചില കേസുകളിൽ പല്ല് ചെറുതാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് തന്നെ കട്ട് ചെയ്യണം. ആ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ പല്ലിനെയും കൂടെ ചേർത്ത് ഒരു ബ്രിഡ്ജ് പോലെ ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ലെസ് കോസ്റ്റ്ലി ആണ് കമ്പയർ ടു ഇംപ്ലാന്റ്. ഓക്കെ. ഈ പല്ലുകൾ പിന്നീട് അടുക്കാൻ, അല്ലെങ്കിൽ ഒരു പല്ല് അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് പറയാറുണ്ട് ആ പല്ല് പിന്നീട് ബാക്കി ആ സൈഡിൽ 2 പല്ലുകൾ അടുക്കാനുള്ള ചാൻസസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അവിടെ വേറെ പല്ലൊന്നും വെക്കണ്ട എന്ന് പറയുന്നതും ഉണ്ട്. അപ്പം അത് എത്രത്തോളം ഇപ്പോ കോസ്മെറ്റിക് ആയിട്ടായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ഒരു പേഷ്യന്റിന് നല്ലതായിട്ടാണ് തോന്നുന്നത്? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു പല്ല് ഒരു സ്ഥലത്ത് നിന്ന് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ല് അടുക്കുകയല്ല ചെയ്യുന്നത്, പല്ല് ചരിയാണ് ചെയ്യുന്നത്. ആ സൈഡിലോട്ട് ചരിയും. അതിൻ്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും പല്ല് അങ്ങനെ ചരിഞ്ഞ് വരും ആ സൈഡിലോട്ട് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ പല്ല് മുകളിലോട്ട് വരും. ആ സ്പേസ് കവർ ചെയ്യാൻ വേണ്ടി താഴത്തെ പല്ല് മുകളിലോട്ട് വരും. പതുക്കെ താഴത്തെ പല്ല് ആടി ഇളക്കി പോവുകയും ചെയ്യും. അതാണ് നമ്മൾ എപ്പോഴും ഒരു പല്ല് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ആ സ്പേസ് നമ്മൾ കവർ ചെയ്തേ വെക്കൂ. ഒന്നീ ഒരു ബ്രിഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇംപ്ലാന്റ് ചെയ്യുക. ഒരിക്കലും ഒരു പല്ല് പോയി എന്ന് വെച്ചിട്ട് അത് നമ്മൾ ആ സ്പേസ് വെറുതെ ഇടാൻ പാടില്ല. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ട്രോമ ഇഞ്ചുറീസ് നമ്മുടെ ടീത്തിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇനി ഇപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് തന്നെ എത്താമല്ലേ? കാരണം ഈ ഒരു കണ്ടന്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമായി കാണും. കാരണം ഒരുപാട് പേര് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. കാരണം കുട്ടികൾ എപ്പോഴും കളിക്കുമ്പോൾ വീഴുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ടീനേജേഴ്സ് ആയിരുന്നാലും മറ്റ് ക്രിക്കറ്റിലോ അങ്ങനെയൊക്കെ ഫുട്ബോളോ ഒക്കെ കളിക്കുമ്പോഴൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡോക്ടർ, താങ്ക് യു സോ മച്ച്.